അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് മീൻ മുളകട്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം വിചാരിക്കും നിങ്ങൾ ഈ പെണ്ണിനെന്താ എപ്പോൾ മീൻ മുളകട്ടെ? ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമാണ് മീൻ മുളക്. അതുമല്ല, ഇന്ന് റെഡിയാക്കുന്നത് വേറൊരു രീതിയിലാണ്. മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലല്ല ഇന്ന് റെഡിയാക്കുന്നത്. തേങ്ങ വെച്ചിട്ടാണ് ഞാൻ മീൻ മുളകട്ട റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കറിയിലുണ്ടാകുന്ന ചേഞ്ച് കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഞാൻ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നുണ്ട്. 5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതോടെ വലിയ നെയ്മയും കിട്ടി ഞാൻ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കട്ട് ചെയ്താണ്. കുറച്ച് ബുദ്ധിമുട്ടായി കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് ഞാൻ കഴുകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ഇത്രയൊന്നും നമ്മൾ ചട്ടിക്ക് വേണ്ട, മീൻ വേണ്ട. അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കറി റെഡിയാക്കുന്നത്. കറി റെഡിയാക്കാം. ഞാനിതാ ഒരു പാൻ ചൂടാവാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അധികം ഉണ്ട് കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ഇട്ടപ്പോൾ നമുക്ക് വായിൽ വെക്കാൻ പറ്റും. ഈ കാശ്മീരി മുളക് പൊടി തന്നെ ഇടണം. എന്നിട്ട് നല്ലവണ്ണം ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന വരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് മുഴുവനായും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഈ 2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ, അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നല്ലവണ്ണം അത് അരച്ചെടുത്ത് വരാം. പിന്നെ ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കുടംപുളി കുതിർത്ത് വെക്കുന്നുണ്ട്. അതുപോലെ ചെറിയ വാളംപുളി എടുത്ത് അതും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉലുവട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ 3 പച്ചമുളകുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം വാടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാടി വരുന്നു. പിന്നെ അതിനുശേഷം ഏകദേശം വാടി വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് തുറന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഉടഞ്ഞിട്ടില്ലേ ഒന്ന് നമ്മൾ സ്പൂണോടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നല്ല എരിവായിരിക്കും, ഒരു എരിവില്ല. ഒന്ന് പച്ചമണം മാറുന്നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചട്ടിയല്ല അടിപ്പിടിക്കേണ്ടാന്ന് ചില്ലാന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അതിന് മുമ്പേ നമുക്ക് ഈ മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ലേ, നല്ല പീസ് നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. മീൻ മുഴുവനായി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. മീനും മുഴുവനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിന് മീൻ വെന്ത് വരണം, മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. മീനൊന്ന് തലയല്ലേ ഒന്ന് വെന്ത് വരണം. ഇത് വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ല ലൂസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ട് അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ചെറിയൊരു കഷ്ണം വാളംപുളിയാണ്. നമ്മൾ കുടംപുളിയാണ് പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ പുളി പിടിച്ചൊന്നും വരില്ല. കുടംപുളിയാണ് കറി റെഡിയാക്കുക, പിറ്റേന്ന് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം. നമ്മളെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടാവും. നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പുളിയൊക്കെ ഈ വാളംപുളി കുറച്ച് ചേർത്തുകൊണ്ട് പുളിയൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ആ സമയം കുടംപുളിയാണ് ചേർത്തെങ്കിൽ പുളി പെട്ടെന്നൊന്നും പിടിക്കൂല.
കുറച്ച് മണിക്കൂറെല്ലാം വെക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കറി ഇങ്ങനെ ചട്ടി ആയതുകൊണ്ട് നല്ലോണം തിളച്ച് കൊണ്ടേയിരിക്കും. ചട്ടീൻ്റെ ചൂട് പെട്ടെന്നൊന്നും തണിയൂലല്ലോ. ഇതാ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് മെല്ലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം മീനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. കണ്ട ഇപ്പം ഭയങ്കര ലൂസിലല്ലോ അല്ലേ. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് നല്ലോണം അടച്ച് വെച്ചിട്ട് നല്ലോണം ഒരു 10 മിനിറ്റും കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മുടെ മീനിൻ്റെ എണ്ണയിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് വെള്ളം കണ്ട നമ്മളെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞല്ലോ, കുറച്ച് ഇത് കുറഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളെ ഈ വെള്ളം പോലെ. ഇത് നമുക്കിപ്പോൾ ഈ യെല്ലോ കളറല്ലേ നമ്മളെ കറി, നമ്മളിത് ഒന്ന് കണ്ട ഇപ്പം ഏകദേശം കറീൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ കളർ നല്ലോണം മാറി വരും. ഇപ്പോൾ തേങ്ങ അരച്ച പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. ഒന്ന് അടച്ച് വെച്ച് നമ്മൾ കുറേ മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കിടിലൻ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം അടച്ച് വെച്ച് 2 മണിക്കൂർ ശേഷം പാത്രത്തിലേക്ക് പകർത്തിയതാണിത്. കണ്ട ഇതാണ് നമ്മുടെ കറി. ഇതാണ് കറിയുടെ യഥാർത്ഥ കളർ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.